ടീംസും സൂര്യ ഫാൻസും വന്നിട്ട് നമ്മുടെ നെഞ്ചത്തെ പൊങ്കാലയാണ്. അല്ല, നമ്മുടെ പ്രൊഡക്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഒരു സിനിമ ഇറങ്ങുന്നതുകൊണ്ട് മറ്റേ സിനിമ കാണില്ല എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞു. എല്ലാ സിനിമ എല്ലാവരും കാണുന്നുണ്ട്. ഇത് കേട്ട സൂര്യ സാർ ഹിറ്റ് തന്നിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലേ, ഇതിൽ അഭിനയിച്ച എല്ലാവരും ഹിറ്റുകൾ തന്നിട്ടുള്ള ആളുകളല്ലേ. അവർക്ക് എല്ലാവർക്കും തെറ്റുപറ്റുന്നില്ല. അവരുടെ പെർസ്പെക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്ഷൻ മാറിപ്പോയി കാണും. ടീം അതേമായിട്ടൊരു സ്റ്റേജ് ഷെയർ ചെയ്തു. അപ്പൊ അഭിലാഷ് ചേട്ടൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൻ ആനന്ദ് ശ്രീബാല കാണുന്നതിന് മുമ്പ് എന്തായാലും കങ്കുവ കണ്ടിരിക്കുമെന്ന്. അപ്പൊ ഇന്നലെ സിനിമ ഇറങ്ങി ഗംഭീര പ്രതികരണമാണ് ഇന്ത്യ മൊത്തത്തില്. ഇപ്പൊ എന്താണ് ചേട്ടൻ പറയുന്നത്? ഇല്ല, അത് ആദ്യം ഒരു കാര്യം പറയാം. ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ആരും അതിന്റെ മേക്കേഴ്സ് ഒരിക്കലും ഒരു സിനിമ ചെയ്തു വെക്കില്ല. ഈ സിനിമ നശിക്കാൻ വേണ്ടി അവരുടെ പെർസ്പെക്റ്റീവ് അവർ ചെയ്ത സിനിമ ഓഡിയൻസിന് കണക്ട് ആയിട്ടില്ലായിരിക്കും. അതാണ് ഇതിന്റെ ബേസിക് റീസൺ. അപ്പം ഇപ്പം ശിവ സാറ് ചെയ്യുന്ന ഒരു സിനിമ ശിവ സാറ് പൊട്ടിക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യും. അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് ആ സിനിമ ഹിറ്റ് ആവുന്ന അദ്ദേഹം പ്രതീക്ഷ ഉണ്ടാവാം. ഇത് കേട്ട സൂര്യ സാർ ഹിറ്റ് തന്നിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലേ, ഇതിൽ അഭിനയിച്ച എല്ലാവരും ഹിറ്റുകൾ തന്നിട്ടുള്ള ആളുകളല്ലേ. അവർക്ക് എല്ലാവർക്കും തെറ്റുപറ്റുന്നില്ല. അവരുടെ പെർസ്പെക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്ഷൻ മാറിപ്പോയി കാണും. കങ്കുവ 4 മണിക്ക് പോയി കണ്ട ആളാ ഞാൻ, വേറെ ഒന്നുകൊണ്ടല്ല. എന്താണ് നമ്മുടെ അവിടെ അടുത്ത ദിവസം വരുമല്ലേ, അതിന്റെ ഒരു ഇതില്. പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അവര് കൺവേ ചെയ്യാൻ ശ്രമിച്ച ഒരു വേ ഓഫ് മേക്കിങ്ങോ സ്റ്റോറി ടെല്ലിങ്ങോ ഒരു സാധാരണക്കാരെ ഓഡിയൻസിന് ചിലപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. അതാണ് ഇപ്പൊ റിവ്യൂസ് വരുമ്പോ ഒക്കെ വളരെ പ്രശ്നമില്ല. പക്ഷെ നമ്മളതൊന്നും പ്രശ്നമല്ല കേട്ടോ. ഞങ്ങൾ സൂര്യ സാറിനെ കാണാൻ ഫാനായിട്ട് പോയതാ. ഇത് വെച്ച് ശരി, ഞങ്ങളത് ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിരുന്നു. ആനന്ദ് ശ്രീബാല ടീമിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കാൻ പറ്റുമെന്നുള്ളത്. അന്ന് എനിക്കൊന്ന് അവർണയും ഞാനും വിഷ്ണു കൂടെയാണ് പോകുന്നത്. മാളിപ്പൻ വിഷ്ണു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ് കേട്ടോ. അതിന്റെ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര വേറൊരു ലെവൽ സിനിമയായിരിക്കും എന്നായിരുന്നു കരുതിയത്. മേക്കിംഗ് വൈസിലൊന്നും അല്ലെങ്കിൽ അതിലൊന്നും അവർ കോംപ്രമൈസ് ഉണ്ടല്ലോ. എന്തോ എനിക്ക് അറിയില്ല, എല്ലാ ഓഡിയൻസും അത് കണക്ട് ആയിട്ടില്ല. അതാണ് അതിന്റെ ബേസിക് റീസൺ. ഇനി അതിനെ പറ്റി ചോദിച്ചിട്ട് ഞാൻ ഇതെന്തേലും പറഞ്ഞിട്ട് കങ്കുവ ടീംസും സൂര്യ ഫാൻസും വന്നിട്ട് നമ്മുടെ നെഞ്ചത്തെ പൊങ്കാലയാണ്. അല്ല, നമ്മുടെ പ്രൊഡക്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഒരു സിനിമ ഇറങ്ങുന്നതുകൊണ്ട് മറ്റേ സിനിമ കാണില്ല എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞു. എല്ലാ സിനിമ എല്ലാവരും കാണുന്നുണ്ട്. അത്രേ ഉള്ളൂ. നീ ക്യാമറ ഓഫ് ചെയ്തിട്ട് എങ്ങനെ കാണണേ. തിയേറ്റർ ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഇത് വെച്ചിട്ട് നാളെ സ്ക്രീൻസിന്റെ എണ്ണം കൂടുതലാണ്, ഷോസിന്റെ എണ്ണം ഇനിയും കയറുകയാണ്. അതായത് നമ്മളിപ്പോ കഴിയുന്നതും ഇട്ടിരുന്നതൊക്കെ 2 സ്ക്രീനുണ്ട്, സെക്കൻഡ് സ്ക്രീനിൽ ഇട്ടുകൊണ്ടിരുന്നത് സിനിമകൾ നാളെ തൊട്ട് ഫസ്റ്റ് സ്ക്രീനിലേക്ക് മാറുകയാണ്. അപ്പം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇപ്പൊ ഈ വന്നേക്കുന്ന മീഡിയസിനോടൊക്കെ വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ പറയുന്നതാണ് ഓഡിയൻസ് കേൾക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ സിനിമ ഒരു വിജയം തന്നെ ആയിരിക്കും. കാരണം അത്യാവശ്യം മുതൽ മുടക്കുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഓക്കെ.